എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കും മാത്സും ഒഴികെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? 1. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. 2. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. 3. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 4. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്, 1 മാത്രം തെറ്റാണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു 1939. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു 1922. ബർദോളി സത്യാഗ്രഹം 1928. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. 1. ലോങ് മാർച്ച്. 2. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം. 3. മഹത്തായ സാംസ്കാരിക വിപ്ലവം. 4. ജപ്പാന്റെ ചൈന ആക്രമണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1. 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 2. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 3. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. 4. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം. താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. 1. എ കാൻപൂർ നാനാ സാഹിബ്, ബി ആറ ഡാഷ്. 2. ഡൽഹി ബഹദൂർ ഷാ, ബറൌട്ട് ഡാഷ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കൻവർ സിംഗ് ഷാമൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? 1. 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 2. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. 3. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏതു പാറ പൊടിഞ്ഞാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കാർബൺ ഡയോക്സൈഡ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സത്ലജ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ എ. 107. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. GDP നിരക്ക് വർദ്ധിച്ചു. 2. വിദേശ നാണയശേഖരം വർദ്ധിച്ചു. 3. കൃഷിയിൽ പുരോഗതി ഉണ്ടായി. 4. വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് എന്നത് തെറ്റാണ്. ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനില. മറ്റ് ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ, ലോകബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണ്യ നിധി വാഷിംഗ്ടൺ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ എ ആണ്. നരേന്ദ്രമോദി.
കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക, പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. 2. ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. 3. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. 4. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1950. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. 2. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണ്. 3. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 പ്രസ്താവനകൾ മാത്രം. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരള സംസ്ഥാന ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. 1. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. 2. ഒരു നിയമം നിലവിൽ വരുന്നതിനു മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, നവകേരള സദസ്സ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. 1. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. 2. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. 3. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രസ്താവന 3 തെറ്റാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കർത്തവ്യ പഥ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിരാമയ പദ്ധതി. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. 1. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. 3. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രസ്താവന 3 തെറ്റാണ്. സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആദിത്യ L1. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. 1. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 2. 3ൽ 1 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 3. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിനിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാവുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ ഡി. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സാൽമൊണെല്ല ടൈഫി. ആഗോള താപനത്തിന് കാരണമാവുന്ന ഹരിത ഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്, CO2, CFC, N2O, CH4. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക, സത്യനാരായണ ബേളേരി.
ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അലൂമിനിയം. ലേസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അൾട്രാ വയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ധ്രുവം. ISROയുടെ അഭിമാന പദ്ധതിയായ ചാന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓഗസ്റ്റ് 23, 2023. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? ഉത്തരം ഓപ്ഷൻ സി ആണ്, നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, NH3. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇൽമനൈറ്റ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പി വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 7. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്രിക രചിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പരവൂർ കേശവനാശാൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ എഴുതിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വി ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റോജിൻ തോമസ്. കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബ്ലി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡ്ഡിംഗ് ഐ ഡാഷ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കുഡ് ഹാവ് മെറ്റ് ഹിം. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. Fill in the blank using the appropriate phrasal verb. The match has been dashed due to bad weather. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, called off. Use the correct tense form. He usually dash to office by bus. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, goes. Fill in the blank using the correct verb. The cutlery I bought yesterday dash quite expensive. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, is. Which among the following is an adjective? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, mundane. Change into passive voice. Someone has asked John to make a speech at the meeting. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, John has been asked to make a speech at the meeting by someone. Pick out the word from the options which means to swear falsely. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. Choose the appropriate question tag. Let's go for a movie dash. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, shall we. Which among the following is a synonym of the word pensive? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, contemplative. ശരിയായ രൂപം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, നെല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അലിംഗ ബഹുവചനം. പല്ലവപുടം വിഗ്രഹിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പല്ലവത്തിന്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഏണം. ചേർത്തെഴുതുക. ച പ്ലസ് ഉന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ശരിയായ വാക്യം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കുപ്രസിദ്ധം.